കേരളത്തിലെ ജെൻസി കാത്തിരുന്ന വാഹന മോഡിഫിക്കേഷനിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. അനുമതിയില്ലാതെ ചെയ്യാവുന്ന 18 മോഡിഫിക്കേഷനുകളും അനുമതി തേടി RCയിൽ മാറ്റം വരുത്തി ചെയ്യാവുന്ന 6 മോഡിഫിക്കേഷനുകളും ഉൾപ്പെടുന്ന പട്ടിക മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാന സർക്കാരിന് കൈമാറും. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വാഹന മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അനുമതി ആവശ്യമില്ലാതെ ചെയ്യാവുന്ന മോഡിഫിക്കേഷനുകളിൽ പെടുന്നതാണ് സീറ്റ് കവർ നമുക്ക് മാറ്റാം എന്നത്. അതേപോലെ ഫ്ലോർ മാറ്റ് മേടിച്ച് ഇടാം. സ്റ്റിയറിംഗിന്റെ കവർ നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം. പിന്നെ ക്രോം ഗാർണിഷ്, ഡോർ വൈസറുകൾ, മഡ് ഫ്ലാപ്പുകൾ, ബോഡി സ്റ്റിക്കറുകൾ, ഇന്റീരിയർ ആംബിയന്റ് ലൈറ്റിംഗ്, ഡാഷ് ക്യാമറ, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസർ, GPS ട്രാക്കർ, ആൻഡ്രോയിഡ് ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ഒക്കെ ആകാം. 50% സുതാര്യമായ സൺഫിലിം വേണമെങ്കിൽ ഒട്ടിക്കുകയും ചെയ്യാം. ഇത് കൂടാതെ നമ്മുടെ കാറോ ബൈക്കോ ഒക്കെ ഇഷ്ടമുള്ള നിറത്തിലേക്ക് മാറ്റാനും അനുവാദം കിട്ടും. അതിന് പക്ഷേ RTO ഓഫീസിൽ നിശ്ചിത ഫീസ് അടച്ച് അനുമതി വാങ്ങി RC ബുക്കിൽ ഉൾപ്പെടുത്തി വേണം ചെയ്യാൻ. അതുപോലെ എഞ്ചിൻ മാറ്റം ഇലക്ട്രിക്കിലേക്കോ CNGയിലേക്കോ ഒക്കെ ആക്കാനും ഇതേപോലെ അനുവാദം വാങ്ങിയാൽ സാധിക്കും. വാഹനങ്ങൾ മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്ന് പ്രതിപക്ഷ നേതാവായിരിക്കെ തന്നെ VD സതീശൻ വ്യക്തമാക്കിയിരുന്നു. പിള്ളേര് മോഡിഫൈ ചെയ്യട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. തെരഞ്ഞെടുപ്പ് കാലത്തും ഇതിൽ നിന്നും ഒട്ടും പിന്മാറിയില്ല. മുഖ്യമന്ത്രിയായപ്പോൾ ഈ പ്രഖ്യാപനം എപ്പോൾ നടക്കുമെന്ന ചോദ്യത്തിനെ തുടർന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വൈറലായി മാറിയ പൂക്കി ചിരി ഉണ്ടായത്. എന്നാൽ ഈ വാഹന മോഡിഫിക്കേഷൻ 95% നേരത്തെ ഉള്ളതാണ്. ആ നിയമം നമ്മളിൽ പലർക്കും അറിയില്ലായിരുന്നു എന്ന് മാത്രം. അതായത് പഴയ വള്ളിനിക്കർ സതീഷ് മേനോൻ സാർ ഇപ്പോൾ ബർമുഡയാക്കി മാറ്റിയിരിക്കുന്നു. ഇനി സീറ്റ് കവർ മാറ്റാം, ഫ്ലോർ മാറ്റ് ഇടാം, ഡാഷ് ക്യാമറ വെക്കാം, വേണമെങ്കിൽ ഗിയർ മാറ്റാതെ കയറ്റം കയറാം, വണ്ടിയിലിരുന്ന് പൂക്കിച്ചിരി ചിരിക്കാം, ആരും ഫൈൻ അടിക്കാൻ വരില്ല. അതേപോലെ കോൺഗ്രസിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ചുരുക്കിയിരിക്കുന്നു. ഫാസ്റ്റ് പാസഞ്ചർ മുതലുള്ള ഉയർന്ന ഗ്രേഡിലുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പിലാക്കുന്നത് അപ്രായോഗികമാണെന്ന് KSRTC വിദഗ്ധ സമിതി വിലയിരുത്തി. റിസർവേഷൻ സൗകര്യമുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നതുകൊണ്ടാണ് ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി സൗജന്യ യാത്ര ചുരുക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ച പ്രകാരം ജൂൺ 15 പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിലുണ്ടാകും. അതായത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന വാഗ്ദാനത്തിൽ നിന്ന് UDF സർക്കാർ ഏതാണ്ട് പിന്മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഫാസ്റ്റ്, ലിമിറ്റഡ് സ്റ്റോപ്പ്, സൂപ്പർ ഫാസ്റ്റ്, സൂപ്പർ ഡീലക്സ്, AC, വോൾവോ തുടങ്ങിയ ബസ്സുകളിലും ബജറ്റ് ടൂറിസം ബസ്സുകളിലും സൗജന്യ യാത്രകൾ ഇല്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. VD സതീശൻ ഇലക്ഷൻ സമയത്ത് വീടുകൾ തോറും കയറിയിറങ്ങി പറഞ്ഞത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യമായി എവിടെ വേണമെങ്കിലും പോകാമെന്നാണ്. ആ വാഗ്ദാനത്തിൽ നിന്നും UDF സർക്കാർ പിന്മാറിയിരിക്കുകയാണ്. ഇനി ഓർഡിനറി ബസ്സുകൾ കുറച്ച് അതെല്ലാം ഫാസ്റ്റ് പാസഞ്ചറാക്കി മാറ്റുന്ന കാഴ്ചയും നമുക്ക് ഉടനെ തന്നെ കാണാം. ഇതിലും വലിയ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ്, കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള 1000 രൂപ, 5 ലക്ഷം രൂപയുടെ പലിശരഹിത ലോൺ, അങ്ങനെ നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. നുണകൾ പറയുമ്പോൾ കുറച്ചുകൂടെ ആലോചിച്ച് വേണം പറയാനെന്ന് മുഖ്യമന്ത്രി ഇനിയെങ്കിലും മനസ്സിലാക്കണം.